മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൃത്യമായൊരു മറുപടി നൽകിയില്ല. കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കന്യാസ്ത്രീമാരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ. ഇപ്പോൾ നമുക്കൊപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചേരുന്നുണ്ട്. ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ ഒരു ന്യൂനപക്ഷകാര്യ മന്ത്രി എന്ന നിലയിൽ? ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് കോടതിയിൽ ആ വിഷയം വരുന്നുണ്ട്. അതിൻ്റെ ജാമ്യാപേക്ഷ വരുന്നു. അതിൽ കോടതി തീരുമാനം എടുക്കട്ടെ, അതിന് ശേഷം പ്രതികരിക്കാം. കാരണം ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഒരു കീഴ്വഴക്കമാണ്. കോടതിയിൽ ഉള്ള വിഷയത്തെപ്പറ്റി മന്ത്രി പ്രതികരിക്കാൻ പാടില്ല, അതിനുള്ള കമൻറ്റോ അല്ലെങ്കിൽ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്നാണ്. ആ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായതിന് ശേഷം, അല്ലെങ്കിൽ കോടതി അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. അതാണ് എനിക്ക്. ബാക്കിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഉയർത്തുന്ന വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഇന്നലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധമായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി ആരുടെയെങ്കിലും കമൻ്റൊക്കെ ആണെങ്കിലും ഇത് സംബന്ധിച്ച ഒരു കാര്യവും കോടതിയുടെ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം വരുന്നിടം വരെ ഞാൻ പ്രതികരിക്കില്ല. കോടതിയുടെ തീരുമാനം വരട്ടെ. ഈ അറസ്റ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. അതായത് ഇവരെ തടഞ്ഞു വെക്കുക, ഭീഷണിപ്പെടുത്തുക, കേസിൻ്റെ ഭാഗമാണല്ലോ, അതെല്ലാം കോടതി പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി പരിഗണിക്കട്ടെ. എല്ലാ കാര്യങ്ങളും കോടതി പരിഗണിക്കുമല്ലോ. ഇപ്പോൾ കോടതിയുടെ അഭിപ്രായം വരട്ടെ, അതിന് ശേഷം പറയാം. കോടതി വിധി എന്തായാലും നിർണായകമായിരിക്കും. എല്ലാ സഹായവും തയ്യാറാണ് കോടതി വിധി വരട്ടെ. അപ്പോൾ അതിന് ശേഷം അതിനെപ്പറ്റിയുള്ള കമൻറ്റ് പറയുന്നതാണ് ശരി. ഈ ദീപിക മുഖപത്രത്തിന്റെ വിമർശനം, അതിനോട് അദ്ദേഹത്തിന് താങ്കളുടെ ഒരു പ്രതികരണമുണ്ട്? ഏതത്തിലാണ്? ചന്ദ്രശേഖർജി അവർ പ്രതികരിക്കും അതിനെപ്പറ്റി. അദ്ദേഹം പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അത് പാർട്ടി ഇത് സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാൻ പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പല പരിമിതികളും ഉണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ സംസാരിക്കാം. എന്തായാലും കോടതി വിധി വരട്ടെ, അതിനുശേഷം അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോടൊപ്പം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.